മൂസാ നബി അലൈഹിസ്സലാമയുടെ ധീരമായ ചരിത്രത്തെ സ്മരിച്ചുകൊണ്ട് പുതിയ ഒരു ഹിജറ വർഷത്തിലേക്ക് നാം പ്രവേശിച്ചിരിക്കുകയാണ്. മുഹറം മാസത്തെ സംബന്ധിച്ച് പരിശുദ്ധ ഖുർആൻ അത് വിശുദ്ധ മാസമായി പഠിപ്പിക്കുകയും അതോടൊപ്പം തന്നെ ആ മാസത്തിൽ വിശ്വാസികൾ എങ്ങനെയായിരിക്കണം എന്നുള്ളത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് വിശദീകരിച്ച് തരികയും ചെയ്തിട്ടുണ്ട്. പരിശുദ്ധ ഖുർആൻ ഇന്ന ഇദ്ദത ശുഹൂരി ഇൻദല്ലാഹി 12 ശഹ്റ, അള്ളാഹുവിന്റെ പക്കൽ മാസങ്ങൾ എന്ന് പറയുന്നത് 12 മാസങ്ങളാണ്. ഫീ കിതാബില്ലാഹി യൗമ ഖലഖസ് സമാവാതി വൽ അർള്, ആകാശഭൂമികൾ സൃഷ്ടിക്കപ്പെടുന്ന സമയത്ത് തന്നെ അള്ളാഹുവിന്റെ കിതാബിൽ 12 മാസങ്ങളായിട്ടാണ് ഒരു വർഷത്തെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് ഉള്ളത്. മിൻഹ അർബഅത്തുൻ ഹുറുമുൻ, അതിൽ 4 മാസങ്ങൾ പവിത്ര മാസങ്ങളാണ്. അതോ മുഹറം, റജബ്, ദുൽഖഅദ്, ദുൽഹിജ്ജ് എന്ന് പറയുന്ന 4 മാസങ്ങൾ പരിശുദ്ധ മാസങ്ങളാണ് എന്നും ആ 12 മാസങ്ങളിൽ മുഹറം മാസത്തെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പരിചയപ്പെടുത്തിയപ്പോ മുഹറം മാസത്തിന്റെ പ്രത്യേകതയായി പറഞ്ഞത് ഷഹ്റുല്ലാഹിൽ മുഹറം, ഷഹ്റുല്ലാ, അള്ളാഹുവിന്റെ മാസം എന്നുള്ളതാണ്. അപ്പൊ അത്രയധികം പ്രാധാന്യത്തോടുകൂടെയാണ് മുഹറം എന്ന മാസത്തെ പരിശുദ്ധ ഇസ്ലാം ലോകർക്ക് മുന്നിൽ അവതരിപ്പിച്ചിട്ടുള്ളത്. അതിന്റെ കാരണം മൂസാ നബി അലൈഹിസ്സലാമയുടെ ചരിത്രവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. മൂസാ നബി അലൈഹിസ്സലാം മറ്റുള്ള പ്രവാചകന്മാരെ പോലെ തന്നെ തൗഹീദിന് വേണ്ടി ധീരമായി പോരാടിയ പ്രവാചകനാണ്. മൂസാ നബി അലൈഹിസ്സലാമയെ നശിപ്പിക്കുവാൻ വേണ്ടി, അദ്ദേഹത്തിൽ വിശ്വസിച്ച ആളുകളെ കൊലപ്പെടുത്തുവാൻ വേണ്ടി ഫിർഔനിന്റെ പട്ടാളവും ഒരുപാട് ശ്രമിച്ചിട്ടുണ്ട്. ഫിർഔൻ ആ കാലഘട്ടത്തിൽ എല്ലാവരെയും പേടിപ്പെടുത്തുന്ന സ്വഭാവമുള്ള ധിക്കാരിയായ ഫിർഔൻ. നിങ്ങൾക്കറിയാം, അന റബ്ബുക്കുമുൽ ആല, ഞാനാണ് നിങ്ങളുടെ ഏറ്റവും വലിയ രക്ഷിതാവ് എന്ന് ഒരാൾ പറയണമെങ്കിൽ, അള്ളാഹുവിനേക്കാൾ വലിയവനാണ് ഞാൻ എന്ന് ഒരാൾ പറയണമെങ്കിൽ എത്രമാത്രം ധിക്കാരിയായിരിക്കും അയാൾ എന്ന് നമുക്ക് ഊഹിച്ചാൽ തന്നെ മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമാണ്. അങ്ങനെ ധിക്കാരിയായ ഫറോവ ചക്രവർത്തി ഫിർഔൻ ഒരുപാട് തവണ മുസ്ലിം സമൂഹത്തെ മൂസാ നബി അലൈഹിസ്സലാമയിൽ വിശ്വസിച്ച ആളുകളെ ഉപദ്രവിക്കുവാൻ ശ്രമിച്ചിട്ടുണ്ട്. മൂസാ നബി അലൈഹിസ്സലാം കൊണ്ടുവന്നതാണ് സത്യം എന്ന് അവിടെയുള്ള ജാലവിദ്യക്കാർക്ക് ബോധ്യപ്പെട്ടപ്പോ ആ ജാലവിദ്യക്കാരെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് ഫിർഔൻ പറഞ്ഞത്, നിങ്ങളുടെ കൈകളും കാലുകളും വിപരീതമായ രൂപത്തിൽ ഞാൻ ഛേദിച്ചു കളയും എന്നാണ്. എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ വലത് കൈയും ഇടതുകാലം മുറിച്ചു കളയും, നിങ്ങളുടെ ഇടത് കൈയും വലതുകാലം മുറിച്ചു കളയും. അങ്ങനെ ഒരിക്കലും നിങ്ങൾക്ക് പിന്നീട് ഒരു സന്തോഷത്തോടുകൂടെ ജീവിക്കാൻ കഴിയാത്ത വിധം നിങ്ങളെ നശിപ്പിച്ചു കളയും എന്ന് താക്കീത് നൽകിയ ആ ഫറോവ ചക്രവർത്തി അവര് ഒരുപാട് തവണ വിശ്വാസികളെ ചൂഷണം ചെയ്യാനും വിശ്വാസത്തിൽ നിന്ന് പിന്തിരിപ്പിക്കുവാനും ശ്രമിച്ചിട്ടുണ്ട്. അവസാനം മൂസാ നബി അലൈഹിസ്സലാമയും അനുയായികളും ചെങ്കടലിന്റെ സമീപത്തെത്തുകയാണ്. ഇവരുടെ ആക്രമണത്തിൽ നിന്ന് ഭയപ്പെട്ടുകൊണ്ട് അതിൽ നിന്നൊരു രക്ഷ എന്നുള്ള നിലയ്ക്ക് അവർ അവിടെ നിന്ന് മാറാൻ ശ്രമിക്കുന്ന സമയത്ത് സമുദ്രത്തിന് മുന്നിൽ നിൽക്കുമ്പോ സമുദ്രം തൊട്ടു മുന്നിൽ സമുദ്രമാണ്, തൊട്ടു പിറകിൽ ഫറോവ ചക്രവർത്തിയുടെ പട്ടാളമാണ്. ആ പട്ടാളത്തിന്റെ കയ്യിലെങ്ങാനും വിശ്വാസി സമൂഹത്തെ കിട്ടിക്കഴിഞ്ഞാൽ ഒരിക്കലും അവർക്ക് രക്ഷപ്പെടാൻ കഴിയാത്ത വിധം ആയുധധാരികളുമായി പിന്നിൽ നിൽക്കുന്ന പട്ടാളത്തെയും മുന്നിലുള്ള സമുദ്രത്തെയും നോക്കിക്കൊണ്ട് ആശങ്കപ്പെടുന്ന വിശ്വാസികളുണ്ട്. ഇനി എന്തു ചെയ്യും? നമ്മൾ പിടിക്കപ്പെടും, മൂസ നമ്മൾ പിടിക്കപ്പെടും, ഇനി നമുക്കൊരു രക്ഷയില്ല, ഇനി നമുക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. ഈ പട്ടാളത്തിന്റെ വാളുകൾക്കിരയായി ഈ ലോകത്തോട് യാത്രയാകേണ്ട അവസ്ഥയായിരിക്കും മൂസ നമുക്കുണ്ടാവുക എന്ന് വളരെയധികം പ്രയാസത്തോടുകൂടെ മൂസാ നബി അലൈഹിസ്സലാമയോട് അനുയായികൾ സംസാരിക്കുമ്പോ മൂസാ നബി അലൈഹിസ്സലാം അവരെ ആശ്വസിപ്പിക്കുന്ന വാചകം പരിശുദ്ധ ഖുർആൻ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഖാല കല്ല ഇന്ന മഇ റബ്ബി സയഹ്ദീൻ.
അങ്ങനെയല്ല. അദ്ദേഹം പറയണം, മൂസാ നബി അലൈഹി ഇസ്ലാം പറയാണ്, അങ്ങനെയല്ല, നിങ്ങൾ ബേജാറാകുന്നത് പോലെ ബേജാറാകേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പോലെ ആ ശത്രുക്കൾ നിങ്ങളെ വന്ന് കൊലപ്പെടുത്തുമെന്നും നിങ്ങൾ വിചാരിക്കേണ്ട. മറിച്ച് എങ്ങനെയാണ്, ഇന്ന മഈ റബ്ബി സയഹ്ദീൻ, എന്റെ കൂടെ എന്റെ റബ്ബുണ്ട്, ആ റബ്ബ് എനിക്ക് മാർഗദർശനം നൽകും, ആ റബ്ബ് എനിക്ക് ഹിദായത്ത് നൽകും എന്ന് മൂസാ നബി അലൈഹിസ്സലാം തന്റെ അനുയായികളോട് പറയാണ്. മൂസാ നബി അലൈഹിസ്സലാം ആദ്യമായിട്ടല്ല എന്റെ റബ്ബ് എനിക്ക് ഹിദായത്ത് നൽകും എന്ന് പറയുന്നത്. മറിച്ച് ഈ ഫിർഔനിന്റെ മുന്നിൽ ചെന്നുകൊണ്ട് മൂസാ നബി അലൈഹിസ്സലാം പറഞ്ഞിട്ടുണ്ട്. മൂസാ നബി അലൈഹിസ്സലാമയോട് ഫിർഔൻ ചോദിച്ച സന്ദർഭം പരിശുദ്ധ ഖുർആൻ സൂറത്തു ത്വാഹ എടുത്തുദ്ധരിക്കുന്നുണ്ട്. ഖാല ഫമാ റബ്ബുകുമാ യാ മൂസ, മൂസ നിങ്ങളുടെ രണ്ടുപേരുടെയും രക്ഷിതാവ് ആരാണ് എന്ന് ചോദിച്ചപ്പോ ആ സന്ദർഭത്തിലും മൂസാ നബി അലൈഹിസ്സലാം പറഞ്ഞ മറുപടി ഖാല റബ്ബുനല്ലദീ അഅതാ കുല്ല ശൈഇൻ ഖൽഖഹു സുമ്മ ഹദാ, ഞങ്ങളുടെ രക്ഷിതാവ് റബ്ബുനല്ലദീ അഅതാ കുല്ല ശൈഇൻ ഖൽഖ, എല്ലാ സൃഷ്ടികളെയും സൃഷ്ടിക്കുകയും എല്ലാറ്റിനെയും സൃഷ്ടിക്കുകയും അവക്ക് മാർഗദർശനം നൽകുകയും ചെയ്തവനാരോ, അവക്ക് ഹിദായത്ത് നൽകുകയും ചെയ്തവനാരോ അവനാണ് ഞങ്ങളുടെ രക്ഷിതാവ് എന്ന് മൂസാ നബി അലൈഹിസ്സലാം നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അതേ രക്ഷിതാവ് ഈ പ്രപഞ്ചത്തിലെ ഓരോ വസ്തുക്കൾ, ഓരോ ജീവികളും എങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്ന് മാർഗദർശനം നൽകിയ രക്ഷിതാവ്. ചെറുതും വലുതുമായ മനുഷ്യർ മാത്രമല്ല, ഈ ഭൂമിയിലുള്ള ഏത് വസ്തുക്കളാണെങ്കിലും ഏത് ജീവികളാണെങ്കിലും ആ ജീവികൾ എങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്ന് ഹിദായത്ത് നൽകിയ എന്റെ രക്ഷിതാവുണ്ടല്ലോ, ആ രക്ഷിതാവ് ഇന്ന മഈ റബ്ബി, ആ രക്ഷിതാവ് എന്റെ കൂടെയുണ്ട്, സയഹ്ദീൻ, ആ രക്ഷിതാവ് എനിക്ക് മാർഗദർശനം നൽകും, എന്താണ് ചെയ്യേണ്ടത് എന്ന് എനിക്ക് മാർഗദർശനം നൽകും എന്ന് മൂസാ നബി അലൈഹിസ്സലാം ധൈര്യത്തോടുകൂടെ ആത്മവിശ്വാസത്തോടുകൂടെ തന്റെ അനുയായികളോട് പറയുകയാണ്. സഹോദരങ്ങളെ, ഈ വിശ്വാസമാണ് മൂസാ നബി അലൈഹിസ്സലാം പകർന്നു നൽകിയ ഈ വിശ്വാസമാണ് നമുക്കുണ്ടാകേണ്ടത്. എവിടെയും ഒരു മുസ്ലിം എന്നുള്ള നിലക്ക് എവിടെയും ആത്മവിശ്വാസത്തോടുകൂടെ എന്റെ രക്ഷിതാവ് എന്നെ സംരക്ഷിക്കും എന്ന് ഉറപ്പ് പറയാൻ, ഏത് പരീക്ഷണങ്ങളാണെങ്കിലും ആ പരീക്ഷണ സമയങ്ങളിൽ പരീക്ഷണ ഘട്ടങ്ങളിൽ എന്റെ രക്ഷിതാവ് എന്നെ സംരക്ഷിക്കും എന്ന് പറയാൻ, നമുക്ക് എന്തെങ്കിലും വ്യക്തിപരമായി ബുദ്ധിമുട്ടുണ്ടാകുമ്പോ ആ ബുദ്ധിമുട്ടുകളിൽ ആര് നമ്മളെ തുണച്ചിട്ടില്ലെങ്കിലും എന്റെ രക്ഷിതാവ് എന്നെ സംരക്ഷിക്കും, എനിക്ക് മാർഗദർശനം നൽകും എന്ന് പറയാൻ നമുക്ക് കരുത്തുണ്ടാവേണ്ടതുണ്ട്. മൂസാ നബി അലൈഹിസ്സലാം അത് പറഞ്ഞു എന്ന് മാത്രമല്ല, അല്ലാഹു സുബ്ഹാനഹു വ തആല മൂസാ നബി അലൈഹിസ്സലാമക്ക് മാർഗദർശനം നൽകുന്നു, എന്താണ് ചെയ്യേണ്ടത് എന്ന്. മൂസാ നബി അലൈഹിസ്സലാമയുടെ കയ്യിലുള്ള വടി സമുദ്രത്തിൽ അടിക്കുന്നു, ആ സമുദ്രം രണ്ടായി പിളരുന്നു, ആ സമുദ്രത്തിലൂടെ വിശ്വാസികൾക്ക് അപ്പുറത്തേക്ക് എത്താൻ കഴിയുന്നു. ആ സത്യനിഷേധികൾ ഫിർഔനും ഫിർഔനിന്റെ പട്ടാളവും ആ സമുദ്രത്തിൽ മുങ്ങി മരിക്കുന്നു. ഇതാണ് ചരിത്രം പിന്നീട് വിശദീകരിക്കുന്നത്. ഇതേത് കാലഘട്ടത്തിലും പ്രവാചകന്മാരും പ്രവാചകന്മാരുടെ അനുയായികളും ഒക്കെ ഓർത്തു വച്ചിരുന്ന സന്ദർഭമായിരുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ നിന്ന് മദീനയിലേക്ക് വന്നപ്പോ, മദീനയിൽ ചെന്നപ്പോ അവിടെ ജൂതന്മാരുണ്ട്, ഒരുപാട് ജൂതന്മാരുണ്ട്. ജൂതന്മാർ മൂസാ നബി അലൈഹിസ്സലാമയുടെ അനുയായികളായിരുന്ന ആളുകൾ. അവര് മുഹറം മാസത്തിൽ മുഹറം 10 അവർ നോമ്പ് നോൽക്കുന്നുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് വന്നപ്പോ ഖദിമൻ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം അൽ മദീന ഫറഅൽ യഹൂദ തസൂമു യൗമ ആശൂറ, ആശൂറയുടെ ദിവസം ജൂതന്മാർ നോമ്പ് നോൽക്കുന്നതായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടു. ആശൂറ എന്ന് പറഞ്ഞ മുഹറം 10 ആണ്. ആ 10ന്റെ അന്ന് ജൂതന്മാർ നോമ്പ് നോൽക്കുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരോട് ചോദിച്ചു, ഫഖാൽ മാ ഹാദ, എന്താണിത്, എന്തിനാണ് ഈ ദിവസം എല്ലാവരും നോമ്പ് അനുഷ്ഠിക്കുന്നത്? ആ സമയത്ത് അവർ പറഞ്ഞു, ഖാലു ഹാദാ യൗമുൻ സ്വാലിഹ്, ഇത് ഒരു വിശുദ്ധമായ ദിവസമാണ്. എന്തേ ഇത് വിശുദ്ധമാകാനുള്ള കാരണം? ഹാദാ യൗമുൻ നജ്ജല്ലാഹു ബനി ഇസ്രായീല മിൻ അദുവ്വിഹിം, ഈ ദിവസമാണ് ബനു ഇസ്രായേലിനെ അല്ലാഹു അവരുടെ ശത്രുക്കളിൽ നിന്ന്, ഫിർഔനിന്റെ ശത്രുക്കളിൽ നിന്നൊക്കെ, ഫിർഔനിൽ നിന്നും അവന്റെ അനുയായികളിൽ നിന്നും അള്ളാഹു രക്ഷപ്പെടുത്തിയത്. ഫസ്വാമഹു മൂസ, അതുകൊണ്ട് ആ ദിവസം മൂസാ നബി അലൈഹിസ്സലാം നോമ്പ് നോൽക്കുമായിരുന്നു, അതുകൊണ്ടാണ് ഞങ്ങൾ നോമ്പ് നോൽക്കുന്നത് എന്ന് ജൂതന്മാർ പറഞ്ഞപ്പോ ഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഫഅന അഹഖു ബിമൂസ മിൻകും ഫസ്വാമഹു വഅമറ ബിസിയാമിഹി,
മൂസാ നബി അലൈഹിസ്സലാം പറഞ്ഞത് ഫഅന അഹഖു ബിമൂസാ മിൻകും, നിങ്ങളെക്കാൾ മൂസാ നബി അലൈഹിസ്സലാമയോട് ഏറ്റവും അടുത്തുള്ളവൻ ഞാനാണ് എന്ന് പറഞ്ഞ ജൂതന്മാർ പിന്നീട് മൂസാ നബി അലൈഹിസ്സലാം പഠിപ്പിച്ച ആദർശത്തിൽ നിന്ന് വ്യതിചലിച്ചു പോയി. മൂസാ നബി അലൈഹിസ്സലാം എന്താണോ പഠിപ്പിച്ചത് അതിൽ നിന്നും മാറി സഞ്ചരിച്ചവരായിരുന്നു ജൂതന്മാർ. എന്നാൽ മൂസാ നബി അലൈഹിസ്സലാം പഠിപ്പിച്ച ആ സന്ദേശത്തെ പുനരുജ്ജീവിപ്പിച്ചുകൊണ്ട് സമൂഹത്തിന് മുന്നിൽ വീണ്ടും അവതരിപ്പിച്ച അവസാനത്തെ പ്രവാചകനാണ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് നിങ്ങളെക്കാൾ ഏറ്റവും അവകാശി മൂസാ നബി അലൈഹിസ്സലാമയുടെ പൈതൃകത്തെ ഏറ്റെടുക്കുവാനുള്ള അവകാശി ഞാനാണ് എന്ന് പറഞ്ഞുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ദിവസം നോമ്പെടുക്കുകയും നോമ്പ് എടുക്കുവാൻ വേണ്ടി മറ്റുള്ളവരോട് ആഹ്വാനം ചെയ്യുകയും ചെയ്തു, കൽപ്പിക്കുകയും ചെയ്തു. അപ്പൊ അങ്ങനെയാണ് മുഹറം 10 ആശൂറയുടെ ദിവസം നോമ്പെടുക്കുക എന്ന ഒരു രീതി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മുസ്ലിം സമൂഹത്തെ പഠിപ്പിച്ചിട്ടുള്ളത്. അതുമായി ബന്ധപ്പെട്ട ഒരുപാട് വചനങ്ങൾ, മുഹറം മാസത്തെ നോമ്പിന്റെ സവിശേഷതയെ വിശദീകരിക്കുന്ന ഒരുപാട് ഹദീസുകൾ നമുക്ക് കാണാൻ കഴിയും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അഫ്ളലുസ് സിയാം ബഅദ റമളാൻ ശഹ്റുല്ലാഹിൽ മുഹറം വഅഫ്ളലുസ് സ്വലാ ബഅദൽ ഫരീള സ്വലാത്തുൽ ലൈൽ. അഫ്ളലുസ് സിയാം ബഅദ റമളാൻ, റമളാനിന് ശേഷം, റമളാൻ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും ശ്രേഷ്ഠമായ നോമ്പ് ഷഹ്റുല്ലാഹിൽ മുഹറം, മുഹറം മാസത്തിൽ അള്ളാഹുവിന്റെ മാസമായ പവിത്ര മാസമായ മുഹറം മാസത്തിലുള്ള നോമ്പാണ്. വഅഫ്ളലുസ് സ്വലാത്തി ബഅദൽ ഫരീള സ്വലാത്തുൽ ലൈൽ, നിർബന്ധ നമസ്കാരം കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും ശ്രേഷ്ഠമായ നമസ്കാരം അത് സ്വലാത്തുൽ ലൈലാണ്, രാത്രി നമസ്കാരമാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. മുഹറം മാസത്തെ ഈ നോമ്പിന്റെ മറ്റൊരു സവിശേഷതയായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് സിയാമു യൗമി ആശൂറ ഇന്നി അഹ്തസിബു അലല്ലാഹി അൻ യുകഫിറ അസ്സന അല്ലതി ഖബ്ല. ആരെങ്കിലും ഈ ദിവസം നോമ്പ് അനുഷ്ഠിക്കുകയാണെങ്കിൽ, ആശൂറയുടെ ദിവസം മുഹറം 10 ആരെങ്കിലും നോമ്പ് അനുഷ്ഠിക്കുകയാണെങ്കിൽ അവന്റെ കഴിഞ്ഞ ഒരു വർഷത്തെ പാപം അള്ളാഹു പുറത്തു കൊടുക്കും. കഴിഞ്ഞ ഒരു വർഷത്തെ പാപങ്ങൾ മുഴുവനും പൊറത്തു തരാൻ പ്രാപ്തമായ ഒരു നോമ്പാണ് യഥാർത്ഥത്തിൽ മുഹറം മാസം 10-ാമത്തെ ദിവസം, മുഹറം 10 അന്നുള്ള നോമ്പ് എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് വിശദീകരിച്ചപ്പോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും ഈ നോമ്പിനെ സംബന്ധിച്ച് പറഞ്ഞു തന്നിട്ടുണ്ട്. അത് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു കാര്യം, ജൂതന്മാർ അവര് 10 മാത്രമാണ് നോമ്പ് നോൽക്കുന്നത് എങ്കിൽ അവരിൽ നിന്ന് വ്യത്യസ്തരാകാൻ വേണ്ടി നിങ്ങൾ മുഹറം 9 കൂടെ നോമ്പ് നോൽക്കണം. ഞാനെങ്ങാനും അടുത്ത വർഷം ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഞാൻ മുഹറം 9 കൂടെ നോമ്പ് എടുക്കുമായിരുന്നു എന്ന്. ആ 9 നോമ്പാണ് താസുആ, 10 നോമ്പാണ് ആശൂറ എന്നുള്ളത്. അപ്പോ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം റമളാൻ മാസത്തിന് ശേഷം കിട്ടുന്ന നമുക്ക് നല്ലൊരു അവസരമാണ് നമ്മുടെ പാപങ്ങളെ കരിച്ചു കളയുവാൻ, അള്ളാഹുലേക്ക് കൂടുതൽ അടുക്കുവാൻ, കഴിഞ്ഞ ഒരു വർഷത്തെ നമ്മുടെ പാപങ്ങളെ മുഴുവനും മായ്ച്ചു കളയുവാനുള്ള ഒരു വലിയ അവസരമാണ് ഈ 2 ദിവസത്തെ മുഹറം 9, 10 ദിവസങ്ങളിലുള്ള നോമ്പ് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ മുഹറം മാസത്തെ ആ ഒരു രൂപത്തിൽ കാണുവാനും അതിൽ കൂടുതൽ പുണ്യങ്ങൾ ചെയ്യുവാനും അള്ളാഹു പറഞ്ഞതുപോലെ നോമ്പ് അനുഷ്ഠിക്കുവാനും നമ്മൾ ശ്രമിക്കേണ്ടതുണ്ട്. അങ്ങനെ ശ്രമിക്കുമ്പോഴാണ് യഥാർത്ഥ വിശ്വാസികളായി മാറുവാൻ നമുക്ക് സാധിക്കുന്നത്. ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ കൊലപ്പെടുത്തിയത് ഈ മുഹറം 10 ദിവസമാണ്. അതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് തെറ്റിദ്ധാരണകൾ ഇന്ന് സമൂഹത്തിൽ നിലനിന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ പലപ്പോഴും ഇതിൽ നിന്ന്, മുസ്ലിം സമൂഹത്തിൽ നിന്ന്, ഇസ്ലാമിക ആദർശത്തിൽ നിന്ന് പിരിഞ്ഞുപോയ ആളുകൾ അവര് മുഹറം മാസം എന്നുള്ളത് ഒരു നഹസിന്റെ, ദുശകുനത്തിന്റെ മാസമായി കണക്കാക്കാറുണ്ട്. യഥാർത്ഥത്തിൽ പരിശുദ്ധ ഖുർആൻ പവിത്ര മാസങ്ങളിൽപ്പെട്ട മാസമാണ് എന്ന് പറഞ്ഞ ഈ മാസത്തിന്റെ ആദ്യ ദിവസങ്ങളിലൊന്നും അന്ന് സൽക്കർമ്മങ്ങൾ കൂടുതൽ ചെയ്യാൻ പാടില്ല, നല്ല കാര്യങ്ങളൊന്നും ചെയ്യാൻ പാടില്ല. കല്യാണങ്ങളോ മറ്റുള്ള എന്തെങ്കിലും ഫംഗ്ഷനുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഇത് കഴിഞ്ഞിട്ടാണ് ചെയ്യേണ്ടത് എന്ന് തെറ്റിദ്ധാരണകൾ മുസ്ലിം സമൂഹത്തിൽ ഇന്ന് പലരും പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, വിശദീകരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു സമ്പ്രദായം ഇസ്ലാം വിശദീകരിച്ചിട്ടേ ഇല്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കാത്ത പലതും
ഇതിന്റെ പേരിൽ ഇസ്ലാമിലേക്ക് കടത്തിക്കൂട്ടുവാൻ പലരും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതാണ് നെഞ്ചത്തടിച്ചുകൊണ്ട് കരഞ്ഞ് പ്രവാചകന്മാരോട് പ്രാർത്ഥിക്കുന്ന ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമ അവരോട് സങ്കടങ്ങൾ പറയുന്ന, അലി റളിയല്ലാഹു അൻഹുവിനോട് സങ്കടങ്ങൾ പറയുന്ന അവസ്ഥയിലേക്ക് ഇന്ന് സമൂഹം എത്തിയിട്ടുണ്ട്. ശരീരത്തെ ദ്രോഹിച്ചുകൊണ്ട്, ശരീരത്തെ ഉപദ്രവിച്ചുകൊണ്ട് ഇതൊക്കെ വിശ്വാസത്തിന്റെ ഭാഗമായി പ്രചരിപ്പിക്കുന്ന ആളുകളുണ്ട്. യഥാർത്ഥത്തിൽ വിശ്വാസം എന്നുള്ള പരിശുദ്ധ ഖുർആനും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയും എന്താണോ പറഞ്ഞത് അവിടെ നിൽക്കലാണ് ഒരു വിശ്വാസി ചെയ്യേണ്ടത്. എന്താണോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കൊണ്ടുവന്നത് അതിനെ സ്വീകരിക്കുകയും എന്താണോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എതിർത്തത് അതിനെ ഒഴിവാക്കുകയുമാണ് വിശ്വാസികൾ ചെയ്യേണ്ടത് എന്ന് പരിശുദ്ധ ഖുർആൻ കൃത്യമായി നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മുഹറം മാസം പവിത്ര മാസങ്ങളിൽപ്പെട്ടതാണ് എന്നും അതിന്റെ പവിത്രതയെ തിരിച്ചറിഞ്ഞുകൊണ്ട് ആ മാസങ്ങളിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്താണോ ചെയ്യാൻ പഠിപ്പിച്ചിട്ടുള്ളത് അത് കൃത്യമായി ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് നിർവഹിക്കാനുള്ള നമ്മുടെ ദൗത്യമായിട്ടുള്ളത്. അങ്ങനെ ജീവിക്കുന്ന, അങ്ങനെ നിർവഹിക്കുന്ന ആളുകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ.